സുജൂദ് തിലാവത്ത്, സുജൂദ് ശുക്ർ എന്നിവയൊക്കെ ഒറ്റ സുജൂദായിട്ടാണോ ചെയ്യേണ്ടത്, അതോ നമസ്കാരത്തിലേതുപോലെ ഇടയിൽ തശഹുദിന്റെ ഇരുത്തത്തോടെ രണ്ട് സുജൂദായിട്ടാണോ ചെയ്യേണ്ടത്? ശരിയായ രൂപം വിവരിച്ചു തരാമോ എന്നാണ് ഒരു ശ്രോതാവ് അലിജാബയിലേക്ക് എഴുതി ചോദിക്കുന്നത്. സുജൂദ് തിലാവത്ത് അഥവാ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തു ചില ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകമായി നിർവഹിക്കേണ്ട സുജൂദാണ്. ഈ സുജൂദ് നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിനുവേണ്ടി പ്രത്യേകമായി ഖിയാമോ റുക്കൂഓ തക്ബീറുകളോ ഒന്നും തന്നെ ഇല്ല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിതന്മാരായ ആളുകൾ പ്രസ്തുത വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ത്വഹാറത്ത് അഥവാ ശുദ്ധി പോലും വേണ്ടതില്ല എന്നതാണ് പറയുന്നത് കാണാൻ സാധിക്കുക. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശുദ്ധിയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും അനുഗുണമായ കാര്യമാണല്ലോ. ഇപ്പോൾ ഖുർആൻ പാരായണത്തിൻ്റെ സമയത്ത് മുസ്ഹഫ് തൊട്ടുകൊണ്ട് ഓതണമെങ്കിൽ ഒളു നിർബന്ധമാണ് എന്നതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ച അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എത്ര കണ്ട് ശരിയാകുമെന്നത് ആലോചിക്കേണ്ടതുമാണ്. എന്നാൽ തിലാവത്തിൻ്റെ ആയത്ത് ഓതുന്നത് മറ്റൊരാൾ കേൾക്കുകയാണെങ്കിൽ, കേൾക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്ത് ഓതുന്നത് ഒരാൾ കേൾക്കുമ്പോൾ ആ കേൾക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം സുജൂദ് ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണല്ലോ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ചിലപ്പോൾ ശുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകൾക്ക് സുജൂദ് നിർവഹിക്കാവുന്നതാണ്. ഒരു സുജൂദാണ് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. നമസ്കാരത്തിനിടയിലാണ് അത്തരത്തിലുള്ള സുജൂദ് ചെയ്യുന്നത് എങ്കിൽ റഫുൽ ഖഫുൽ അഥവാ റഫും ഖഫുലൊക്കെ ഉണ്ടാകുമ്പോൾ നമസ്കാരത്തിൽ കുനിയുക അതുപോലെ തന്നെ ഉയരുക പോലെയുള്ള കർമ്മങ്ങൾ വരുന്ന സമയത്ത് തക്ബീറുകൾ ചൊല്ലുന്നു എന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവിടെ തക്ബീർ ചൊല്ലാം. അതല്ലാതെ മറ്റു സമയത്ത് ആണ്, നമസ്കാരത്തിലല്ലാതെ ഉള്ള സമയത്താണ് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒരു സുജൂദാണ് ചെയ്യുന്നത്. പ്രത്യേകമായി കൊണ്ട് അതിനു വേണ്ടി ഇരുത്തമോ സലാം വീട്ടലോ തക്ബീർ ചൊല്ലലോ ഒന്നും തന്നെ ഇല്ല. അതിൽ സ്ഥിരപ്പെട്ട ധാരാളം പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു പ്രാർത്ഥനയാണ് സജദ വജിഹി ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന പ്രാർത്ഥന. ഇതല്ലാത്തയും പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, നമസ്കാരത്തെ പോലെയുള്ള ഷർത്തുകളൊന്നും നിബന്ധനകളൊന്നും ഇത്തരത്തിലുള്ള സുജൂദിന് വേണ്ടി വന്നിട്ടില്ല. അഥവാ തൊഹാറത്ത് ശുദ്ധി ഉണ്ടാവുക, ഔറത്ത് മറക്കുക, സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഹിജാബ് സ്വീകരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും, അതുപോലെ തന്നെ ഇസ്തിഖ്ബാലുൽ കിബിലക്ക് മുന്നിടുക എന്നൊന്നും ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ കാണാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ശുക്രിൻ്റെ സുജൂദും. ശുക്രിൻ്റെ സുജൂദ് എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമയത്ത് പ്രത്യേകമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ഒരു സുജൂദ്, ആ സുജൂദും നേരത്തെ പറഞ്ഞ തിലാവത്തിൻ്റെ സുജൂദിനെ പോലെ തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം ബിസ്സവാബ്.